കൂട്ടിലടയ്ക്കേണ്ടത് ആരെയാണ്? മൃഗങ്ങളെയോ അതോ മനുഷ്യരെയോ? മനുഷ്യനെ മൃഗതുല്യം മൃഗശാലകളിൽ അടച്ചിട്ട് ഒരു ഇരുണ്ട അധ്യായം മാനവ ചരിത്രത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പാശ്ചാത്യ ലോകത്തിന്റെ പ്രഗത്ഭതയുടെ മറവിൽ മനുഷ്യാവകാശങ്ങൾ ചുട്ടെരിച്ച ഒരു കാലം. ഒരു വിഭാഗത്തിലെ മനുഷ്യരെ വിചിത്ര ജന്മങ്ങൾ എന്ന പോലെ കൂട്ടിലടയ്ക്കുന്നു. കൂട്ടിലടച്ച മനുഷ്യരെ അറപ്പുളവാക്കുന്നവരായും നികൃഷ്ട ജന്തുക്കൾ എന്ന മട്ടിൽ കൂട്ടിന് പുറത്തു നിന്ന് നോക്കിക്കാണുന്ന വെള്ളപൂശിയ മനുഷ്യർ. ഇത് മനുഷ്യ മൃഗശാലകൾ സജീവമായിരുന്ന ഇരുണ്ട കാലത്തിന്റെ കഥയാണ്. മനുഷ്യ മൃഗശാലകൾ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഉയർന്നുവന്ന അസ്വസ്ഥാജനകമായ ഒരു പ്രതിഭാസമായിരുന്നു. കൊളോണിയലിസം, വംശീയത, സാമൂഹ്യ ഡാർവിനിസത്തിന്റെ കപടശാസ്ത്രപരമായ ആശയം എന്നിവയിൽ വേരൂന്നിയാണ് ഈ മനുഷ്യത്വരഹിതമായ സമ്പ്രദായം നിലനിന്നു പോന്നത്. ഹ്യൂമൻ സൂസ് എന്ന ഈ ആശയം പിറവിയെടുത്തത് 16-ാം നൂറ്റാണ്ടിലാണ്. യൂറോപ്പുകാർ കയ്യേറിയ ഭൂഖണ്ഡങ്ങളിലെ തദ്ദേശീയരെയും ആഫ്രിക്കക്കാരെയും ഏഷ്യക്കാരെയും മൃഗങ്ങളെപ്പോലെ കൂട്ടിലടച്ച് പ്രദർശിപ്പിച്ചു. ഈ ഹീനകൃത്യത്തിന് അവർ നൽകിയ തലക്കെട്ട് നരവംശശാസ്ത്ര പ്രദർശനങ്ങൾ എന്നായിരുന്നു. 1889 പാരീസ് വേൾഡ് ഫെയറിൽ 400ഓളം തദ്ദേശീയരെ പ്രാകൃതമായ ഗ്രാമങ്ങളിലാക്കി പ്രദർശിപ്പിച്ചത് മനുഷ്യ മൃഗശാല ചരിത്രത്തിലെ ഏറ്റവും ശോചനീയമായ ഉദാഹരണങ്ങളിലൊന്നാണ്. ആ പ്രദർശനത്തിന് മാത്രം 28 ദശലക്ഷം മനുഷ്യർ കാണികളായി എത്തി. കൗതുകത്തിന്റെ പേരിൽ മനുഷ്യരെ കൂട്ടിലടച്ചു. പതിയെ അത് യൂറോപ്പിൽ വളരുന്നൊരു വാണിജ്യമായി മാറി. ഒരു പക്ഷേ ഇത്തരം മനുഷ്യ പ്രദർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. 1493 തന്റെ ലോക പര്യടനത്തിന് ശേഷം സ്പെയിനിൽ തിരിച്ചെത്തിയ കൊളംബസ് നിരവധി തദ്ദേശീയരെ പിടികൂടി കൊണ്ടുവന്നിരുന്നു. 1494 തദ്ദേശീയരെ കാഴ്ചവെച്ചുകൊണ്ട് ഒരു പ്രദർശനം നടത്തിയിരുന്നു. ഫെർഡിനാൻഡ് രാജാവിനും ഇസബെല്ല രാജ്ഞിക്കും സമ്മാനമായി കരീബിയനിൽ നിന്നുള്ള ടൈനോ ജനതകളെ കൊളംബസ് സമ്മാനിച്ചിരുന്നു. 1906 ന്യൂയോർക്ക് ബ്രോങ്സ് മൃഗശാലയിൽ ഒട്ടാബെങ്ക എന്ന എംബൂട്ടി പിഗ്മി വംശത്തിലെ യുവാവിനെ കുരങ്ങന്മാരുടെ കൂട്ടിലടയ്ക്കുന്നു. ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും ആ യുവാവ് ചിലവഴിച്ചത് ഒരു ഓറാങ്കുട്ടനൊപ്പമായിരുന്നു. 50-ലധികം രാജ്യങ്ങളിൽ 500-ലധികം മനുഷ്യ മൃഗശാലയുടെ പ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്തരം പ്രദർശനങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരോ ഏറെ. പാശ്ചാത്യ നാഗരികതയുടെ പുരോഗതി പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മനുഷ്യ മൃഗശാലകൾ പലപ്പോഴും വിദ്യാഭ്യാസ ഉപകരണങ്ങളായി ന്യായീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ വംശീയത ശാശ്വതമാക്കാനും കൊളോണിയലിസ്റ്റ് മനോഭാവം ശക്തിപ്പെടുത്താനും മാത്രമാണ് മനുഷ്യ മൃഗശാലകളെ കൊണ്ട് സാധിച്ചത്. 1920-കളിലും 30-കളിലും പൊതുജനങ്ങളുടെ പ്രതിഷേധവും വിമർശനവും വർദ്ധിച്ചതോടുകൂടെ മനുഷ്യ മൃഗശാലകളുടെ തകർച്ച ആരംഭിച്ചിരുന്നു. പല രാജ്യങ്ങളും 1940-കളിലും 50-കളിലും മനുഷ്യ മൃഗശാലകൾ ഔദ്യോഗികമായി നിർത്തലാക്കി. ലോകത്തിലെ അവസാന മനുഷ്യ പ്രദർശനം നടന്നത് 1958 ബെൽജിയത്തിലായിരുന്നു. മനുഷ്യ മൃഗശാലകളുടെ കഥ മനുഷ്യരാശിയുടെ ക്രൂരതയുടെയും ചൂഷണത്തിന്റെയും വേദനാജനകമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്.